ശ്രീ എ സജീവൻ, താങ്കൾ എങ്ങനെയാണ് ഈ രണ്ട് പ്രകടന പത്രികകളെയും വിലയിരുത്തുന്നത്? ഒരു താരതമ്യം നടത്തുമ്പോൾ പല കാര്യങ്ങളിലും സമാനതകളുണ്ട് എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ ചിലതൊക്കെ വളരെ വ്യത്യസ്തവുമാണ്. അപ്പോൾ അങ്ങെങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പോൾ UDFന്റെ പ്രകടന പത്രികയിൽ പിന്നാക്ക ദളിത് വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ചില പദ്ധതികൾ ഞാൻ ശ്രദ്ധിച്ചു. 5.5 ലക്ഷത്തോളം ഏക്കർ സർക്കാർ ഭൂമി ഏറ്റെടുക്കാനുള്ള നിയമനിർമ്മാണം നടക്കുമെന്ന് പറയുന്നു. അതായത് വെറുതെ കിടക്കുന്ന ഭൂമി അത് ഏറ്റെടുക്കുന്നു, അത് നിയമാനുസൃതമായി ദളിത് ആദിവാസി ഭൂരഹിതർക്ക് വിതരണം ചെയ്യുമെന്നുള്ളത്. ഇത് കാലാകാലങ്ങളായി ഉയർന്നു വരുന്ന വിഷയമാണ്. പല ഘട്ടങ്ങളിലും സമരങ്ങളുടെ രൂപത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവരെ പരിഗണിക്കുന്നു, അവിടെ വയനാട്ടിലൊരു ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നു തുടങ്ങിയ പിന്നാക്ക ദളിത് വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന ചില പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ, അതിനെ കൂടി അങ്ങൊന്ന് വിലയിരുത്തൂ. ചോദിച്ച ആ ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങാനാണ് വിചാരിക്കുന്നത്. കാരണം ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് ഭൂമി കൊടുക്കുന്നു, ഇപ്പൊ വെറുതെ കിടക്കുന്ന ഭൂമി കൊടുക്കുന്നു. ഒരു ഭൂമിയും വെറുതെ കിടക്കുന്നില്ലാണ്ട കാര്യം യാഥാർത്ഥ്യം. പറയുന്നത് EFL ഭൂമി അങ്ങനെ എളുപ്പത്തിൽ എടുത്ത് കൊടുക്കാനായി EFL നിയമപ്രകാരം ഫോറസ്റ്റിന്റെ വെസ്റ്റ് ചെയ്യപ്പെട്ട ഭൂമിയാണത്. അത് ഒറ്റയടിക്ക് നിയമനിർമ്മാണം നടത്തിയിട്ട് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള പാട്ടക്കരാർ കാലാവധി കഴിഞ്ഞ് ഇത്രയും ഏക്കർ തന്നെ ഭൂമി വെറുതെ കിടക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത് സർക്കാർ തന്നെ നിയോഗിച്ച കമ്മീഷനാണ്, രാജമാണിക്യം കമ്മീഷനാണ്. അതെ, ഈ വെറുതെ കിടക്കുന്നുണ്ട്, ആ കിടക്കുന്നതിൽ സംശയമില്ല. പക്ഷെ അത് പറയുന്ന EFL ഭൂമിയാണ്. ആ EFL ഭൂമി എങ്ങനെയാണ് എളുപ്പത്തിൽ എടുത്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ള ഒരു ചോദ്യം. ഇനി വേറൊരു കാര്യം, ഈ ദളിത് ആദിവാസി വിഭാഗങ്ങളോട് എന്തെങ്കിലും തരത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു എങ്കിൽ നേരത്തെ തന്നെ ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുക്കൽ നിയമം, അത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമമാണ്. ആ നിയമം ഇവിടെ നടപ്പാക്കാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് തയ്യാറായിട്ടുള്ളത്? ഇപ്പോഴൊന്നല്ല, കുറെ കാലം മുമ്പുള്ളതാണ്. ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി അത് തിരിച്ചെടുക്കുകയാണെങ്കിൽ തങ്ങളുടെ വോട്ട് ബാങ്ക് കംപ്ലീറ്റ് അങ്ങ് നഷ്ടപ്പെടുമെന്ന് അറിയാം. അതുകൊണ്ട് അതിനെതിരെ രംഗത്ത് വന്നവരാണ് ഇപ്പോൾ ഈ കാര്യം പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ വാഗ്ദാനങ്ങൾ പലതും നല്ല കാര്യങ്ങളൊക്കെ അതിലുണ്ട്, സംശയമില്ല. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വിദ്യാർത്ഥികൾക്ക് 1000 രൂപ സൗജന്യമായി കൊടുക്കുന്നു. അവരുടെ അടിസ്ഥാന സൗകര്യം, അവർക്ക് ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കാൻ വേണ്ടി എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് കാര്യത്തിന്? ഇവിടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തി കൊടുക്കുക, അടിസ്ഥാന സൗകര്യം വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നാണല്ലോ സർക്കാർ ചെയ്യേണ്ടത്. അതിന് പകരം പോക്കറ്റ് മണി കൊടുത്തുകൊണ്ട് ഏത് വിദ്യാഭ്യാസ രംഗമാണ് ഗംഭീരമാക്കാൻ കഴിയുക? ഇതൊരു വലിയ. അതേപോലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് 1000 രൂപ സൗജന്യം കൊടുക്കുന്നത്, അതൊക്കെ സത്യത്തിൽ നമ്മളെ സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീകളൊപ്പം അവൾക്കൊപ്പം എന്നൊക്കെ പറയും. ഇതേപോലെയല്ല. നമ്മളെ സ്ത്രീകളെ കാണുന്നത് ഇപ്പോ തുല്യനീതിയുടെ കാര്യത്തിലാണ്. നമ്മുടെ 50% റിസർവേഷൻ ഇവിടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാക്കിയത് പുരുഷനെ പോലെ തന്നെ സ്ത്രീകളെയും പരിഗണിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അതേപോലെ തുല്യ വേതനം എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. അതിനൊക്കെ അപ്പുറത്ത് സൗജന്യം KSRTCയിൽ സൗജന്യമായി യാത്ര ചെയ്താൽ സ്ത്രീകൾക്ക് എന്ത് മെച്ചമാണ് ഉണ്ടാവുക? സാധാരണ തൊഴിലാളി സ്ത്രീകൾ ദിവസക്കൂലിക്ക് പോകുന്നവർ, അവർക്കത് സഹായമാകില്ലേ? അല്ല, ദിവസക്കൂലിക്ക് പോകുന്ന ആണുങ്ങളുണ്ട്. ഇത് സത്യത്തിൽ ചെയ്യേണ്ടത് ഇതിന് പകരമായിട്ട് ഈ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 60-ന് ശേഷമുള്ള ആളുകൾക്ക്, അതായത് മുതിർന്ന പൗരന്മാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഇപ്പൊ നമ്മുടെ ഒരു ഇൻഷുറൻസ് കമ്പനിയും നടപ്പാക്കുന്നില്ല. അവർക്കാണ് സത്യത്തിൽ വേണ്ടത്. ആ 60-70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് ആരോഗ്യ രംഗത്ത് ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. അത് നമുക്ക് അംഗീകരിക്കാം, അങ്ങനെ കൊടുക്കും. അവരുടെ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കും എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന നല്ല കാര്യം. അതേപോലെയാണ് വേണ്ടത്. ഇപ്പോ ഈ തൊഴിൽരഹിതരായിട്ടുള്ള ആളുകൾക്ക്, യുവാക്കൾക്ക് അവര് സ്വയം തൊഴിൽ സംരംഭം നടത്താൻ അവർക്ക് പലിശയില്ലാത്ത വായ്പ, പണ്ട് PMRY വായ്പ എടുത്തുള്ള പല ആളുകളും എന്തെല്ലാമാണ് ചെയ്തത് നമുക്കറിയാം. സത്യത്തിൽ അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കണം. പലിശരഹിതമായുള്ള വായ്പ കൊടുത്തു എന്നുള്ളതുകൊണ്ട് തൊഴിൽ സംരംഭം ഉണ്ടാവില്ല. തൊഴിൽ സംരംഭം നന്നായി നടത്തിക്കൊണ്ടുപോകുന്ന ആളുകളെയാണ് അതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലാതെ ഇവിടെ പോകുന്ന വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് പോകുന്ന, അല്ലെങ്കിൽ യുവാക്കൾ കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് തൊഴിലെടുക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ, അവർക്ക് ഇവിടെ തൊഴിൽ ഉറപ്പാക്കും എന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ്. 1000 ചാക്ക് പഞ്ചസാര എന്ന് കടലാസിൽ എഴുതാൻ എളുപ്പമാണ്. പക്ഷെ അത് മധുരിക്കണമെങ്കിൽ അതിനുള്ള അവസരം വേണം. അപ്പൊ അത് എങ്ങനെ അത്രമാത്രം നടപ്പാക്കാൻ കഴിയും? ഇതിനുള്ള, നേരത്തെ ദാമോദർ പ്രസാദ് പറഞ്ഞ പോലെ, ഇതിനുള്ള റിസോഴ്സ് എന്താണ്? ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കണമെങ്കിൽ
അതിന് ഒന്നാമത് കേന്ദ്ര സർക്കാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം. നമുക്ക് കിട്ടേണ്ട ഈ നികുതി വിഹിതം പോലും നമുക്ക് തരാതെ കഷ്ടപ്പെടുത്തുകയാണ്. ഇവിടെ ഇത്രയും ഭീകരമായ രൂപത്തിൽ ഒരുപക്ഷെ ഇന്ത്യ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തം ഉണ്ടായിട്ട് എന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു കേന്ദ്ര സർക്കാർ ഉള്ളപ്പോൾ, നിങ്ങൾക്ക് തരില്ല എന്ന് ശടിക്കുന്ന കേന്ദ്ര സർക്കാർ ഉള്ളപ്പോൾ നമുക്കിതൊക്കെ എങ്ങനെയാണ് നടപ്പാക്കാൻ കഴിയുക? പിന്നെ പല കാര്യങ്ങൾ നമ്മൾ ഈ കോഴിക്കോട് തിരുവനന്തപുരം മെട്രോയുടെ കാര്യം, കോഴിക്കോട് തിരുവനന്തപുരം മെട്രോ എന്ന് പറയുന്നത് ഏത് കാലത്ത് കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ്. അതാണ് ഓരോ ഘട്ടത്തിൽ പറയാൻ എളുപ്പമാകും, പക്ഷെ നടപ്പാക്കുന്നിടത്ത് എത്രമാത്രം ഉണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പം ഇവിടെ ജിൻഡോ ഒക്കെ പറഞ്ഞു, ഞങ്ങൾ അത്രയും കാര്യമായ ഗവേഷണം നടത്തിയിട്ടാണ് ഈ പ്രകടന പത്രിക ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പ്രകടന പത്രിക ഉണ്ടാക്കിയതിന്റെ ഈ ഗവേഷണങ്ങളൊക്കെ നമ്മൾ അതിന് മുമ്പത്ത് നോക്കിയാൽ മതിയല്ലോ. ജിൻഡോക്ക് പറയാവുന്ന 2011-16 കാലഘട്ടത്തിൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, അത് ഇന്ന കാര്യങ്ങൾ നടപ്പാക്കി എന്ന് പറയട്ടെ. ഈ ബാക്കി LDF പറയേണ്ടത് അതിനുശേഷമുള്ള കാലത്ത് എന്തൊക്കെ പറഞ്ഞു നടപ്പാക്കി, അതാണ് പ്രധാനം. അത് നമ്മൾ തമിഴ്നാടിനെയോ കർണാടകയെയോ ആന്ധ്രാപ്രദേശിനെയോ ഒക്കെ തെലങ്കാനയൊക്കെ കണ്ടുകൊണ്ട് സൗജന്യങ്ങൾ വാരിക്കോരി കൊടുക്കലല്ല ചെയ്യേണ്ടത്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക. ആശുപത്രി വികസനം എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകൾക്ക് പോയാൽ എത്രയോ കരുണാകരന്റെ കാലത്ത് കേട്ടു തുടങ്ങിയിട്ടുള്ളതാണ് റഫറൽ സമ്പ്രദായം ഇവിടെ നടപ്പാക്കുന്നുള്ളത്. നമ്മുടെ ഇവിടെ ഇപ്പോഴും നടപ്പായിട്ടുണ്ടോ? അതായത് പെരിഫറികൾ നന്നാക്കിയെടുക്കുക, ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും മറ്റും നന്നാക്കിയിട്ട് സാധാരണ ചികിത്സയ്ക്ക് ഒരിക്കലും ഈ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ടാത്ത ഒരു അവസ്ഥയുണ്ടാവുക. ഞാൻ നിൽക്കുന്ന കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എനിക്കറിയാം. അവിടെ ഈ വരാന്തയിലും നിലത്തും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ആളുകൾ നമുക്ക് കാണാം. അത് ശരിക്കും ഉണ്ടാകാൻ പാടില്ലല്ലോ. അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സിസ്റ്റം കറക്റ്റ് ചെയ്യാന്ന് പറയുന്ന ശരി, രോഗിക്ക് കിടക്ക അവകാശം ആക്കും എന്നുള്ളതും ഈ പ്രകടന പത്രികയിൽ UDFന്റെ പ്രകടന പത്രികയിൽ കണ്ടു. അത് എങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ളതും അതിസങ്കീർണമായൊരു കാര്യം കൂടിയാണ്. അതിലേക്ക് കൂടി വ്യക്തത വരുത്തേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.